മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിൽ നിന്ന് സൗദി അറേബ്യയെ ഒഴിവാക്കിയതിലെ വ്യക്തത വൈകാതെ സൗദി സന്ദർശനത്തിനും കേന്ദ്രാനുമതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സൗദിയിലെ സംഘാടകർ. ഒക്ടോബർ 16 മുതൽ നവംബർ 8 വരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് അവസാനം കേന്ദ്രാനുമതി ലഭിച്ചപ്പോൾ സൗദിയെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സൗദിയെ ഒഴിവാക്കിയത് പട്ടികയിൽ നിന്ന് എന്ന് വ്യക്തമല്ല. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ നിഷേധിച്ചിരുന്ന കേന്ദ്രാനുമതി ഇപ്പോൾ ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഒക്ടോബർ 16 ബഹ്റൈനിലും ഒക്ടോബർ 24 ഒമാനിലും 30 ഖത്തറിലും നവംബർ 7 കുവൈത്തിലും നവംബർ 8 UAE-യിലുമാണ് ഇപ്പോൾ സന്ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൗദി ഇപ്പോൾ പട്ടികയിൽ ഇല്ല. ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൗദിയിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി ലഭിക്കാത്തത് എന്നാണ് മലയാളം മിഷൻ ഉൾപ്പെടെയുള്ള സൗദിയിലെ സംഘാടകർ പറയുന്നത്. എന്നാൽ തങ്ങൾക്കേറെ പ്രതീക്ഷയുണ്ട് എന്നും സൗദിയിലേക്കുള്ള സന്ദർശനത്തിന് മുഖ്യമന്ത്രിക്ക് അനുമതി ലഭിക്കും എന്നാണ് കരുതുന്നത് എന്നുമാണ് സംഘാടകർ അറിയിക്കുന്നത്. നേരത്തെ ഒക്ടോബർ 17 മുതൽ 19 വരെയായിരുന്നു സൗദി സന്ദർശനം പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ഒക്ടോബർ 17 ദമാമിലും 18 ജിദ്ദയിലും 19 റിയാദിലുമായിരുന്നു പൊതുപരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ദിവസങ്ങളിലെ ഈ ഒക്ടോബർ 17 മുതൽ 19 വരെയുള്ള സൗദി സന്ദർശനം ഇനി ഏതായാലും നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സംഘാടകർ പറയുന്നത്. തീയതി മാറുമെങ്കിലും അല്പം നീളുമെങ്കിലും മുഖ്യമന്ത്രിക്ക് സൗദി സന്ദർശനത്തിനുള്ള അനുമതി കൂടി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.